ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പെട്ടെന്നൊരു പൊതിച്ചോറ് കഴിക്കാനൊരു പൂതി. നമ്മുടെ പേളിമാൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരു പൊതിച്ചോറ് കഴിക്കാൻ പൂതി. കുറേ ആയിട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട്, അപ്പോൾ ഒരു പൂതി കഴിക്കാൻ. അപ്പോൾ ഓരോ തിരക്ക് കാരണം പറ്റാറില്ല. അപ്പോൾ ഇന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് പൊതിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ചെറിയൊരു പൊതിച്ചോറ് വിശേഷമാട്ടോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലോ. അപ്പോൾ നമ്മൾ പൊതിച്ചോറിലോട്ടുള്ള ഓരോരോ ഐറ്റംസ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ചെറുതായിട്ടുള്ളൊരു പൊതിച്ചോറാണ് തയ്യാറാക്കുന്നത്. നമുക്കങ്ങനെ എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതിന് കുറേ നേരം, ഇതിപ്പോൾ രാത്രിയാട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്കും മോനും ഉമ്മാക്കും വേണ്ടിയിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കോഴിമുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. അത് ഉള്ളിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് മുളക് ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉള്ളി മാത്രം ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് മറിച്ചിടാൻ കുറച്ച് പണിയായിരുന്നു. അപ്പോൾ അത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ കുക്കായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 3 കോഴിമുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ മുട്ടയും മുരിങ്ങ വെച്ചിട്ടൊരു ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിലോട്ടുള്ള ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ മുരിങ്ങ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മുരിങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് 2 കോഴിമുട്ടയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങയും മുട്ടയുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കാനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പയറുപ്പേരും അതുപോലെ മീനൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ വാഴൻ്റെ ഇല വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എനിക്ക് ഈ പൊതിച്ചോറ് കെട്ടാനൊന്നും അറിയില്ല കേട്ടോ. പണ്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ടൂർ പോകുമ്പോഴൊക്കെ ഇതുപോലെ പൊതിച്ചോറാക്കി തരാം കേട്ടോ ചെയ്യാൻ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് പിന്നെ പേളിമാൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ പൂതി ഉണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണതിൻ്റെ ഓരോ തിരക്കുകളാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് തോന്നിയാൽ ചെയ്താലോ, രണ്ടും കൽപ്പിച്ച് ചെയ്താലോ വെച്ചിട്ട് അപ്പോൾ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മളിതവിടെ പയർ തോരൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെച്ചിട്ട് അതിന് മുകളിലോട്ട് പയർ തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പയർ തോരൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയും മുരിങ്ങ വെച്ചിട്ടുള്ള ഉപ്പേരി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് അതിലോട്ട് മുട്ട കേട്ടോ, ഓംലെറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലോട്ട് തേങ്ങയും മുളകൊക്കെ ഇട്ടുള്ള ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ കുഞ്ഞുമത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അച്ചാറൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ പപ്പടം നമ്മൾ ഇതിൽ വെച്ചില്ല, വേറെ പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊതിച്ചോറിലോട്ടുള്ള ഐറ്റംസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് പൊതി കെട്ടി തരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തന്നെ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പൊതിഞ്ഞെടുത്ത ശേഷം ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളത് കഴിച്ചെടുക്കാൻ. അപ്പം അമ്മ എല്ലാതും പൊതിഞ്ഞ് റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും എൻ്റെ മോനും പാടെ ഒരു പൊതിച്ചോറ് തുറന്നിട്ട് കഴിക്കാൻ വേണ്ടി പോവാട്ടോ.
അപ്പോൾ ഞാൻ പൊതിച്ചോറ് തുറന്ന പാടനെ അതിന് സ്മെല്ല് കാരണം നല്ലോണം ഒന്ന് മണത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഭയങ്കര മണമായിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറിലെ എല്ലാ ഐറ്റംസിൻ്റെയും മണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അപ്പം തന്നെ ഒക്കെപ്പാടെ കുഴച്ചിട്ട് ഞാനും മോനും പാടെ ഓരോരുള്ളാക്കിയിട്ട് കഴിച്ചു കേട്ടോ. ഒന്നും പറയാറില്ല, ഒരു നൊസ്റ്റാൾജി ഫീലാട്ടോ. നമ്മൾ ഈ പൊതിച്ചോറൊക്കെ കഴിക്കുമ്പോൾ പണ്ട് സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയതാണ് ഓർമ്മ വരുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു വട്ടയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചെറിയൊരു പൊതിച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.